അർദ്ധരാത്രിയുടെ നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് ആ കറുത്ത ആഡംബര കാർ വിജനമായ ആ റോഡരികിൽ വന്നു നിന്നു. നഗരത്തിന്റെ വന്യമായ തിരക്കുകളിൽ നിന്നും കോലാഹലങ്ങളിൽ നിന്നും കിലോമീറ്ററുകൾ അകലെ കാടിനോട് ചേർന്ന ഒറ്റപ്പെട്ട നിലയിൽ കിടക്കുന്ന വലിയൊരു പ്രദേശമായിരുന്നു അത്. അവിടെയാണ് ശേഖരന്റെ ആഡംബര ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്നത്. ആ വലിയ വീടിനു ചുറ്റുമപ്പോൾ കനത്ത മൂടൽമഞ്ഞ് പടർന്ന് പന്തലിച്ചു നിൽപ്പുണ്ടായിരുന്നു. കാറിന്റെ ഹെഡ്ലൈറ്റുകൾ അണച്ചുകൊണ്ട് ശേഖർ തന്റെ സീറ്റിലേക്ക് മെല്ലെയൊന്ന് ചാരിയിരുന്നു. വലിയൊരു ബിസിനസ് സാമ്രാജ്യത്തിന്റെ അധിപനായ ശേഖർ ദിവസങ്ങൾ നീണ്ട വിദേശയാത്ര കഴിഞ്ഞ് എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് തന്റെ കുടുംബത്തോടൊപ്പം കുറച്ചു സമയം ചിലവഴിക്കാനാണ് ഇന്ന് അപ്രതീക്ഷിതമായി നാട്ടിലെത്തിയത്. ഗേറ്റിന് മുന്നിൽ കൊണ്ടുപോയി കാർ നിർത്തിയാൽ സെക്യൂരിറ്റി അലാറം അടിക്കുമെന്നും അത് തന്റെ പ്രിയപ്പെട്ടവർക്കായി കരുതിയ സർപ്രൈസ് പാടെ നശിപ്പിക്കുമെന്നും അയാൾ മുൻകൂട്ടി കരുതിയിരുന്നു. അതുകൊണ്ടുതന്നെ അയാൾ കാർ അല്പം ദൂരെ റോഡരികിലെ മരങ്ങളുടെ ഇരുളിലേക്ക് ഒളിപ്പിച്ചു നിർത്തി. തന്റെ പ്രിയപ്പെട്ട ഭാര്യ രശ്മിക്കും 9 വയസ്സുകാരിയായ മകൾ അനഘയ്ക്കും സർപ്രൈസ് സമ്മാനമായി നൽകാനായി വിദേശത്തു നിന്നും വാങ്ങിയ വിലപിടിപ്പുള്ള ആ സമ്മാനപ്പൊതി കയ്യിലെടുത്തുകൊണ്ട് അയാൾ കാറിന്റെ വാതിൽ പതുക്കെ അടച്ചു. രാത്രിയിലെ തണുത്ത കാറ്റേറ്റ് അയാൾ ബംഗ്ലാവിന്റെ മുൻവശത്തേക്ക് പതുക്കെ നടന്നു തുടങ്ങി. എന്നാൽ ആ ബംഗ്ലാവിന്റെ പടിവാതിലിൽ അയാൾക്കായി കാത്തിരുന്നത് സന്തോഷനിമിഷങ്ങളായിരുന്നില്ല, മറിച്ച് ഒരു വലിയ ദുരന്തത്തിന്റെ ക്രൂരമായ തുടക്കമായിരുന്നു. ബംഗ്ലാവിന്റെ മുൻഭാഗത്ത് വലിയ വിളക്കുകൾ അണഞ്ഞുകിടക്കുന്നത് കണ്ട് ശേഖരന് അല്പം അത്ഭുതം തോന്നി. എങ്കിലും താൻ വരുന്നതറിയാതെ അവർ നേരത്തെ ഉറങ്ങിയതാവുമെന്ന് കരുതി അയാൾ പിൻഭാഗത്തെ ചെറിയ വാതിലിലൂടെ അകത്തേക്ക് കടക്കാൻ ശ്രമിച്ചു. താൻ പണ്ടേ സൂക്ഷിച്ചിരുന്ന ആ രഹസ്യ താക്കോൽ ഉപയോഗിച്ച് പൂട്ട് തുറക്കാൻ തുടങ്ങിയ ശേഖരനെ ഇരുട്ടിൽ നിന്നും ഒരാൾ വേഗത്തിൽ വന്ന് തടഞ്ഞു. വല്ലാതെ ഭയന്നുപോയ ശേഖർ സൂക്ഷിച്ചു നോക്കിയപ്പോൾ അത് ആ വീട്ടിലെ വിശ്വസ്തയായ ജോലിക്കാരി കുസുമയായിരുന്നു. വർഷങ്ങളായി തന്റെ കുടുംബത്തെ ഒരു നിഴൽ പോലെ സംരക്ഷിക്കുന്ന സ്ത്രീ. അവളുടെ മുഖമപ്പോൾ വല്ലാതെ വിളറിയിരുന്നു. കൈകാലുകൾ കടുത്ത ഭയം കാരണം വിറയ്ക്കുന്നുണ്ടായിരുന്നു. സർ, അകത്തേക്ക് പോകരുത്. ദൈവത്തെ ഓർത്ത് ഇപ്പോൾ ഈ പടി കടക്കരുത്, അവൾ വിറയ്ക്കുന്ന ശബ്ദത്തിൽ വളരെ പതുക്കെ ശ്വാസമടക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു. ശേഖരന് വല്ലാത്ത അത്ഭുതത്തോടെയും ഒപ്പം നേരിയ ദേഷ്യത്തോടെയും അവളെ നോക്കി. എന്താ കുസുമ നീ ഈ പറയുന്നത്? അർദ്ധരാത്രിയിൽ എന്റെ സ്വന്തം വീട്ടിൽ കയറാൻ എനിക്കിവിടെ ആരുടെയും അനുവാദം വേണ്ട. മകൾക്കും രശ്മിക്കും സുഖമല്ലേ? അവർക്കെന്തെങ്കിലും പറ്റിയോ? ശേഖരന്റെ സ്വരത്തിൽ പെട്ടെന്ന് ആശങ്ക പടർന്നു. കുസുമ ചുറ്റും നോക്കി ആരും തങ്ങളെ ശ്രദ്ധിക്കുന്നില്ലെന്നും കേൾക്കുന്നില്ലെന്നും ഉറപ്പുവരുത്തിയ ശേഷം വിറയലോടെ വീണ്ടും പറഞ്ഞു. ഇപ്പോൾ ചോദ്യങ്ങൾ ചോദിച്ച് ശബ്ദമുണ്ടാക്കാതെ എന്റെ കൂടെ വരൂ സാർ. നിങ്ങളിപ്പോൾ അറിയാതെ പോലും അകത്തേറ്റ് കയറിയാൽ നിങ്ങളുടെ ജീവൻ പോലും അപകടത്തിലായേക്കാം. ഞാൻ പറയുന്നത് വെറും കള്ളമല്ല സാർ. സത്യം അറിയണമെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കൂ. ശേഖരന് തന്റെ സ്വന്തം കാതുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. തന്റെ ആഡംബര വീട്ടിൽ തനിക്ക് എന്ത് അപകടമാണ് വരാനുള്ളത്? എങ്കിലും വർഷങ്ങളായി തന്റെ കൂടെ നിൽക്കുന്ന കുസുമ വെറുതെ ഒരു കാരണവുമില്ലാതെ ഇങ്ങനെയൊരു കള്ളം പറയില്ലെന്ന് അയാൾക്ക് നന്നായി അറിയാമായിരുന്നു. അവളുടെ കണ്ണിൽ കണ്ട ആ കടുത്ത ഭയം അയാളെ ഇരുത്തി ചിന്തിപ്പിച്ചു. അവൾ അയാളുടെ കയ്യിൽ പിടിച്ച് പതുക്കെ ബംഗ്ലാവിന്റെ വശത്തുള്ള വലിയ ഒരു ജനാലയുടെ മറവിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ലിവിംഗ് റൂമിലെ വലിയ ഗ്ലാസ് ജനാലകൾ വഴി അകത്തെ കാഴ്ചകൾ വളരെ വ്യക്തമായി പുറത്തുനിന്ന് കാണാമായിരുന്നു. ശേഖർ തന്റെ ശ്വാസം പോലും അടക്കിപ്പിടിച്ച് ജനാലയുടെ അരികിലേക്ക് നീങ്ങി അകത്തേക്ക് നോക്കി. അവിടെ കണ്ട കാഴ്ച അയാളുടെ ജീവിതത്തെയും മനസ്സിലെ സങ്കല്പങ്ങളെയും ഒറ്റ നിമിഷം കൊണ്ട് തകിടം മറിക്കുന്നതായിരുന്നു. അകത്തെ ഹാളിൽ തന്റെ പ്രിയപ്പെട്ട ഭാര്യ രശ്മി ഇരിപ്പുണ്ടായിരുന്നു. വിദേശത്തുള്ള തനിക്ക് ദിവസവും ഫോൺ വിളിച്ച് സ്നേഹം പങ്കുവെക്കുന്ന അതേ രശ്മി. അവളുടെ തൊട്ടടുത്ത് സോഫയിൽ വളരെ അടുപ്പത്തോടെ ഇരിക്കുന്നത് ശേഖരന്റെ ബിസിനസ് രംഗത്തെ ഏറ്റവും വലിയ ശത്രുവും പണ്ട് തന്റെ ഉറ്റ സുഹൃത്തുമായിരുന്ന സിദ്ധാർത്ഥായിരുന്നു. അവർ രണ്ടുപേരും വളരെ ഗൗരവത്തോടെ ഏതോ വലിയ ഗൂഢാലോചന നടത്തുകയായിരുന്നു. അതിലുപരി രശ്മിയുടെ കയ്യിലിരുന്നത് ശേഖരന്റെ ഏറ്റവും രഹസ്യമായ ബിസിനസ് ഇടപാടുകളുടെയും ആസ്തികളുടെയും ഫയലുകളായിരുന്നു. ശേഖർ ആകെ ഞെട്ടിത്തരിച്ചുപോയി. താൻ സ്വന്തം ജീവനേക്കാളേറെ സ്നേഹിക്കുന്ന വിശ്വസിക്കുന്ന ഭാര്യ തന്റെ ശത്രുവിനൊപ്പം ചേർന്ന് തന്നെ ചതിക്കുകയാണോ എന്ന ചോദ്യം അയാളുടെ തലച്ചോറിനെ മരവിപ്പിച്ചു. സിദ്ധാർത്ഥ് രശ്മിയുടെ തോളിൽ കൈവച്ചുകൊണ്ട് വളരെ ക്രൂരമായ ഭാവത്തോടെ പറയുന്നത് ശേഖർ വ്യക്തമായി കേട്ടു. രശ്മി, നീ ഈ പേപ്പറുകളിൽ ശേഖരന്റെ ഒപ്പ് എങ്ങനെയെങ്കിലും വാങ്ങിത്തരണം. നാളെ അവൻ വരുമ്പോൾ സ്നേഹം അഭിനയിച്ച് കാര്യങ്ങൾ സാധിക്കണം. അത് കഴിഞ്ഞാൽ ഈ ബിസിനസ് സാമ്രാജ്യവും ആസ്തിയും മുഴുവൻ നിന്റേതാവും. പിന്നെ നമുക്ക് ആരുടെയും ഭയമില്ലാതെ സുഖമായി ജീവിക്കാം.
ആ ശേഖർ ഇനി ഒരിക്കലും നമ്മുടെ വഴിയിൽ തടസ്സമായി ഉണ്ടാവില്ല. രശ്മി വശ്യമായൊരു കള്ളച്ചിരിയോടെ സിദ്ധാർത്ഥിന് മറുപടി നൽകി. സിദ്ധാർത്ഥ്, നീ അതിനെക്കുറിച്ച് ഓർത്ത് പേടിക്കേണ്ടതില്ല. അയാൾക്ക് എന്നെ അത്രമാത്രം അന്ധമായ വിശ്വാസമാണ്. ഞാൻ കുറച്ച് സ്നേഹം അഭിനയിച്ച് സംസാരിച്ചാൽ അയാൾ ഈ കണ്ണും പൂച്ചി എന്തിലും ഒപ്പിട്ടു തരും. അയാളെ എന്നേക്കുമായി നമ്മുടെ വഴിയിൽ നിന്ന് ഇല്ലാതാക്കാൻ ഞാൻ എല്ലാ വഴികളും കൃത്യമായി ഒരുക്കിയിരിക്കുന്നു. അയാളുടെ ഏറ്റവും വലിയ വിശ്വസ്തനായ സെക്യൂരിറ്റി ഓഫീസർ വിജയെ ഇന്ന് ഞാൻ മനഃപൂർവ്വം ചില കള്ളങ്ങൾ പറഞ്ഞ് ജോലിയിൽ നിന്നും മാറ്റി നിർത്തിയിരിക്കുകയാണ്. പിന്നെ അയാൾക്ക് ഈ വീട്ടിൽ ആരുടെ സഹായമാണ് ഉണ്ടാകാനുള്ളത്? അവൾ പറഞ്ഞു തീർത്ത ഓരോ വാക്കുകളും ശേഖരന്റെ ഹൃദയത്തിൽ കടാര കൊണ്ട് കുത്തിയിറക്കുന്നത് പോലെയാണ് അനുഭവപ്പെട്ടത്. ഇത്രയും കാലം താൻ കണ്ടതും അനുഭവിച്ചതുമായ സ്നേഹം വെറുമൊരു അഭിനയം മാത്രമായിരുന്നു എന്നും താൻ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ബിസിനസ് സാമ്രാജ്യം തന്റെ സ്വന്തം ഭാര്യ തന്നെ ശത്രുവിനൊപ്പം കൂട്ടുനിൽക്കുന്നു എന്നും അയാൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ദേഷ്യവും വിഷമവും കൊണ്ട് അയാളുടെ ശരീരം ആകെ വിറയ്ക്കാൻ തുടങ്ങി. ആ നിമിഷം അകത്തേക്ക് ഓടിക്കയറി ചതിയന്മാരായ അവർ രണ്ടുപേരെയും നേരിടണമെന്ന് അയാൾ വല്ലാതെ ആഗ്രഹിച്ചു. അയാൾ മുന്നോട്ട് നീങ്ങിയതും കുസുമ അയാളുടെ കയ്യിൽ ബലമായി പിടിച്ചു തടഞ്ഞു. "സർ, ദയവായി ഇപ്പോൾ ആവേശം കാണിക്കരുത്. അവർക്ക് പിന്നിൽ വലിയൊരു ക്രിമിനൽ സംഘം തന്നെയുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കകത്തു പോയാൽ അവർ നിങ്ങളെ അവിടെ വെച്ചു തന്നെ വകവരുത്തും. സർ, ഇപ്പോൾ ശാന്തനായിരിക്കണം. നമുക്ക് നിയമപരമായി തെളിവുകളോടെ വേണം അവരെ നേരിടാൻ. ഇപ്പോൾ പോയാൽ എല്ലാം നഷ്ടപ്പെടും സർ." കുസുമയുടെ വാക്കുകളിൽ വലിയൊരു സത്യവും മുൻകരുതലുമുണ്ടെന്ന് അയാൾക്ക് തോന്നി. തന്റെ ആത്മാർത്ഥമായ സ്നേഹത്തിന് യാതൊരു വിലയുമില്ലെന്ന് അയാൾ വല്ലാതെ തിരിച്ചറിഞ്ഞു. അപ്പോഴും വീട്ടിനുള്ളിൽ ആ ക്രൂരമായ ഗൂഢാലോചന തുടർന്നുകൊണ്ടേയിരുന്നു. രശ്മി തുടർന്ന് തന്റെ പ്രിയപ്പെട്ട മകൾ അനഘയുടെ കാര്യവും പറഞ്ഞുകൊണ്ടിരുന്നു. ആ കുട്ടിക്കിപ്പോൾ ഒന്നും അറിയില്ലല്ലോ. ശേഖരന്റെ അധ്യായം കഴിയുന്നതോടെ അവളെ നമുക്ക് ദൂരെയുള്ള വലിയ ഏതെങ്കിലും ബോർഡിംഗ് സ്കൂളിലേക്ക് മാറ്റാം. ശേഖർ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവളെ നമുക്കൊരു തടസ്സമായി ഇവിടെ നിർത്തേണ്ടതില്ല. സ്വന്തം ചോരയിൽ പിറന്ന മകളുടെ ജീവിതം പോലും പണയം വെക്കാൻ മടിയില്ലാത്ത ആ ഭാര്യയുടെ മുഖം കണ്ടപ്പോൾ ശേഖറിന് അവളോട് കടുത്ത അറുപ്പും വെറുപ്പുമാണ് തോന്നിയത്. തന്റെ ബിസിനസ് യാത്രകൾക്കിടയിൽ വിദേശത്തിരുന്ന് താൻ ഈ വീടിനെക്കുറിച്ചും ഭാര്യയെക്കുറിച്ചും എത്രയോ വ്യാകുലപ്പെട്ടിരുന്നു. എന്നാൽ തന്റെ അഭാവത്തിൽ തന്റെ സ്വന്തം വീട് ഒരു വലിയ ചതിക്കുഴിയായി തന്നെ കൊലപ്പെടുത്താനുള്ള വേദിയായി മാറിയിരിക്കുന്നു. ശേഖർ മെല്ലെ കുസുമയോടൊപ്പം ഇരുട്ടിലേക്ക് നീങ്ങി. അയാൾക്കിപ്പോൾ ചിന്തിക്കാനും അടുത്ത നീക്കങ്ങൾ ആസൂത്രണം ചെയ്യാനും കുറച്ച് സമയം ആവശ്യമായിരുന്നു. രശ്മിയും സിദ്ധാർത്ഥും തമ്മിലുള്ള ഈ അവിശുദ്ധ ബന്ധം എത്ര നാളായി തുടങ്ങിയിട്ടുണ്ടാവും? ഞാൻ ബിസിനസ് മീറ്റിംഗുകൾക്കായി വിദേശത്ത് പോകുമ്പോഴെല്ലാം ഇവരിവിടെ ഇത്രയും അടുപ്പത്തിലായിരുന്നു. ശേഖരന്റെ മനസ്സിൽ ഉത്തരം കിട്ടാത്ത 1000 ചോദ്യങ്ങൾ ഒരു കൊടുങ്കാറ്റായി ഉയർന്നുവന്നു. വല്ലാത്ത ഒരു ശ്വാസം മുട്ടും നെഞ്ചുവേദനയും ശേഖരൻ അനുഭവപ്പെട്ടു. വഞ്ചനയുടെ ആഘാതം അയാളെ തളർത്തിക്കളഞ്ഞു. അയാൾ വിറയ്ക്കുന്ന കൈകളോടെ തന്റെ പോക്കറ്റിൽ നിന്നും ഫോൺ കയ്യിലെടുത്തു. അതിൽ രശ്മിയോടും മകളോടുമൊപ്പമുള്ള മനോഹരമായ കുടുംബചിത്രങ്ങളുണ്ടായിരുന്നു. അവ ഓരോന്നായി നോക്കുമ്പോൾ അയാൾക്ക് ഇപ്പോൾ കണ്ണീരല്ല വന്നത്, മറിച്ച് കടുത്ത വഞ്ചന നേരിട്ടതിന്റെ ദേഷ്യവും പ്രതികാരചിന്തയുമാണ് അയാളുടെ ഉള്ളിൽ കനലായി എരിഞ്ഞു തുടങ്ങിയത്. കുസുമ പതുക്കെ പറഞ്ഞു, "സർ, നമുക്ക് തൽക്കാലം ഈ പിൻഭാഗത്തുള്ള പഴയ ഔട്ട് ഹൗസിലേക്ക് മാറാം. അവിടെ സാധാരണയായി ആരും വരാറില്ല. രശ്മി മാഡം ഇപ്പോഴും വിചാരിക്കുന്നത് നിങ്ങൾ നാളെ രാവിലെ മാത്രമേ വിദേശത്തു നിന്നും ഫ്ലൈറ്റ് ഇറങ്ങി ഇങ്ങോട്ടെത്തുകയുള്ളൂ എന്നാണ്. ആ ഒരു വിശ്വാസം നാളെ രാവിലെ വരെ അവരിൽ നിലനിർത്തണം. എങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത നീക്കം നടത്താൻ കഴിയൂ." ശേഖർ ഒന്നും മിണ്ടാതെ നിശബ്ദനായി അവളെ പിന്തുടർന്നു. തന്റെ സ്വന്തം ആഡംബര ബംഗ്ലാവിന്റെ മുറ്റത്ത് ഒരു വേട്ടമൃഗത്തെ പോലെ ഒഴിച്ചിരിക്കേണ്ടി വരുന്ന അവസ്ഥയോർത്ത് അയാൾ സ്വയം പഴിച്ചു. വരാനിരിക്കുന്ന വലിയൊരു കനത്ത പോരാട്ടത്തിന്റെ ചതിക്കെണികൾ പൊളിച്ചെഴുതുന്ന ഒരു യുദ്ധത്തിന്റെ തുടക്കമായിരുന്നു കനത്ത മൂടൽമഞ്ഞുള്ള ആ കറുത്ത രാത്രി. ബംഗ്ലാവിന്റെ തെക്കേ മൂലയിലുള്ള പഴയ ഔട്ട് ഹൗസ് പണ്ടെന്നോ പണിതുയർത്തിയതാണ്. പ്രധാന വീടിന്റെ ആഡംബരങ്ങളൊന്നുമില്ലാത്ത, ഒട്ടും ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്ന ആ ഇരുളടഞ്ഞ മുറിക്കുള്ളിലേക്ക് ശേഖർ പതുക്കെ ചുവടുവെച്ചു. ഉള്ളിൽ പടർന്നു പിടിച്ച തണുപ്പ് അയാളുടെ ശരീരത്തെയല്ല, മറിച്ച് ചിന്തകളെയാണ് മരവിപ്പിച്ചത്. ജനൽപ്പാളികൾക്കിടയിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ കനത്ത മൂടൽമഞ്ഞ് ബംഗ്ലാവിനെ പൂർണ്ണമായും വിഴുങ്ങിക്കഴിഞ്ഞിരുന്നു. ഉള്ളിലെരിയുന്ന ദേഷ്യവും നെഞ്ചിൽ തറച്ച വഞ്ചനയുടെ വേദനയും നിയന്ത്രിക്കാൻ അയാൾ പാടുപെട്ടു. ഈ ചതിയെ വെറും ആവേശം കൊണ്ട് നേരിട്ടാൽ തന്റെ ജീവൻ മാത്രമല്ല, മകൾ അനഘയുടെ ഭാവിയും അപകടത്തിലാകുമെന്ന് ശേഖറിന് വ്യക്തമായി അറിയാമായിരുന്നു. ശത്രുവിനെ വീഴ്ത്തേണ്ടത് അവരുടെ തന്നെ തട്ടകത്തിൽ വെച്ചായിരിക്കണം.
കുസുമം വാതിൽക്കൽ കാവൽ നിൽക്കുന്നതിനിടയിൽ ശേഖർ തന്റെ മനസ്സിലെ ആദ്യത്തെ കരിനീക്കം ആലോചിച്ചു. ഈ വലിയ കെണിയിൽ നിന്നും രക്ഷപ്പെടാനും രശ്മിയുടെയും സിദ്ധാർത്ഥിന്റെയും മുഖം മൂടി അഴിക്കാനും തനിക്ക് ഏറ്റവും വിശ്വസ്തനായ ഒരാളുടെ സഹായം ആവശ്യമാണ്. അത് വിജയ് മാത്രമാണ്. തന്റെ ബിസിനസ് സാമ്രാജ്യത്തിന്റെ സുരക്ഷാ ചുമതലയുള്ള, തനിക്കായി ജീവൻ കളയാൻ പോലും മടിക്കാത്ത തന്റെ സെക്യൂരിറ്റി ഓഫീസർ. രശ്മി വിജയിയെ മനഃപൂർവ്വം ലീവ് നൽകി മാറ്റി നിർത്തിയിരിക്കുകയാണെന്ന് പറഞ്ഞത് ശേഖർ ഓർത്തു. അവൾ വിജയിയെ ഫോണിൽ വിളിച്ച് എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? ശേഖർ കുസുമത്തോട് പതുക്കെ പറഞ്ഞു, കുസുമം, നിന്റെ ഫോണിൽ നിന്നും വിജയിയെ ഉടൻ ബന്ധപ്പെടണം. എന്റെ ഫോണിൽ നിന്നും വിളിച്ചാൽ ഒരുപക്ഷെ രശ്മിയുടെ ഒപ്പമുള്ളവർ അത് ട്രാക്ക് ചെയ്തേക്കാം. വിജയിയോട് ആരോടും പറയാതെ, ഒച്ചയുണ്ടാക്കാതെ ഉടൻ തന്നെ ഈ ഔട്ട് ഹൗസിന്റെ പിൻവശത്തേക്ക് വരാൻ പറയൂ. കുസുമം ഒട്ടും സമയം കളയാതെ തന്റെ പഴയ കീപാഡ് ഫോണിൽ നിന്നും വിജയിയുടെ നമ്പറിലേക്ക് വിളിച്ചു. മറുപുറത്ത് ഫോൺ എടുത്ത ഉടൻ അവൾ കാര്യം ചുരുക്കത്തിൽ പറഞ്ഞു. ഭാഗ്യത്തിന് വിജയ് നഗരത്തിലേക്ക് പോയിരുന്നില്ല. ബംഗ്ലാവിന് ചുറ്റും നടക്കുന്ന ചില അസ്വാഭാവിക നീക്കങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് അയാൾ ആ പരിസരത്ത് തന്നെയുള്ള ഒരു ചെറിയ ലോഡ്ജിലുണ്ടായിരുന്നു. കുസുമത്തിന്റെ വിളി വന്നതും മിനിറ്റുകൾക്കുള്ളിൽ കാട്ടുപാതയിലൂടെ വിജയ് നിശബ്ദനായി ഔട്ട് ഹൗസിന്റെ പിൻവാതിലിൽ എത്തിച്ചേർന്നു. മുറിയിലെ മങ്ങിയ വെളിച്ചത്തിൽ ശേഖരനെ കണ്ടതും വിജയ് ഞെട്ടിപ്പോയി. എപ്പോഴും തലയുയർത്തി ഗാംഭീര്യത്തോടെ നിൽക്കുന്ന തന്റെ ബോസ് ഇന്ന് ഇരുളിൽ ഒളിച്ചിരിക്കുന്നു. വിജയ് പരിഭ്രാന്തിയോടെ ചോദിച്ചു, സർ, നിങ്ങൾ ഇവിടെയോ? നിങ്ങൾ ഇന്ന് വരില്ലെന്നാണ് രശ്മി മാഡം എന്നോട് പറഞ്ഞത്. വിദേശത്തെ മീറ്റിംഗ് നീണ്ടുപോയെന്നും എനിക്ക് 2 ദിവസം ലീവ് എടുക്കാമെന്നും അവർ പറഞ്ഞു. എന്തോ വലിയ കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നു സർ. ആരാണിതിനു പിന്നിൽ? ശേഖർ വിജയിയുടെ തോളിൽ കൈവച്ചു. അയാൾ കണ്ട കാഴ്ചകളും രശ്മിയും സിദ്ധാർത്ഥം തമ്മിലുള്ള രഹസ്യ ഇടപാടുകളും തന്നെ ഇല്ലാതാക്കാനുള്ള അവരുടെ ഭീകരമായ പ്ലാനും ഒട്ടും വികാരവിക്ഷോഭമില്ലാതെ വിജയിയോട് വിവരിച്ചു. കാര്യങ്ങൾ കേട്ടതോടെ വിജയിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു തുടുത്തു. അവന്റെ കൈകൾ ചുരുട്ടിപ്പിടിച്ചു. ആ സിദ്ധാർത്ഥ്, നമ്മുടെ പണവും സഹായവും കൊണ്ട് മാത്രം ബിസിനസ്സിൽ വളർന്ന ആ വഞ്ചകൻ, അവനാണോ സാറിനെ തീർക്കാൻ നോക്കുന്നത്? ഞാൻ ഇപ്പോൾ തന്നെ അകത്ത് കയറി അവനെ... വിജയ് ആവേശത്തോടെ മുന്നോട്ടാഞ്ഞു. അരുതു വിജയ്! ശേഖർ കൽപ്പനാരീതിയിൽ അയാളെ തടഞ്ഞു. അത് തന്നെയാണ് അവരുടെ പ്ലാൻ. നമ്മൾ നിയമം കയ്യിലെടുത്താൽ അത് അവർക്ക് അനുകൂലമാകും. അവർക്ക് പിന്നിൽ വലിയൊരു ക്രിമിനൽ സംഘം തന്നെയുണ്ടെന്ന് കുസുമം പറഞ്ഞു. എനിക്ക് വേണ്ടത് വ്യക്തമായ, ആർക്കും നിഷേധിക്കാനാവാത്ത തെളിവുകളാണ്. നാളെ രാവിലെ എന്നെ വകവരുത്താൻ അവർ എന്തോ പദ്ധതി തയ്യാറാക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ കാത്തിരിക്കണം. ശേഖർ തന്റെ യാത്രാ ബാഗിൽ നിന്നും ലാപ്ടോപ്പ് പുറത്തെടുത്തു. ബംഗ്ലാവിന്റെ നിർമ്മാണ സമയത്ത് രശ്മിയോ സിദ്ധാർത്ഥോ അറിയാതെ വിദേശ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പ്രധാന ഹാളിലും ഉമ്മറത്തും ശേഖർ ചില രഹസ്യ CCTV ക്യാമറകൾ ഘടിപ്പിച്ചിരുന്നു. അതിന്റെ നിയന്ത്രണങ്ങൾ ശേഖറിന്റെ ലാപ്ടോപ്പിലും ഫോണിലും മാത്രമായിരുന്നു. ലാപ്ടോപ്പ് തുറന്ന് പാസ്വേഡ് അടിച്ചതും വലിയ സ്ക്രീനിൽ ലിവിംഗ് റൂമിലെ ദൃശ്യങ്ങൾ തെളിഞ്ഞുവന്നു. അവിടെ അപ്പോൾ ഒരു പുതിയ വ്യക്തി കൂടി എത്തിയിരുന്നു. കറുത്ത വസ്ത്രം ധരിച്ച ഒരു മെക്കാനിക്. സിദ്ധാർത്ഥും രശ്മിയും അയാളോട് സംസാരിക്കുന്നത് സ്ക്രീനിൽ വ്യക്തമായിരുന്നു. രശ്മി ജനലിലൂടെ മുറ്റത്ത് കിടക്കുന്ന പഴയ ആഡംബര SUV കാർ ചൂണ്ടിക്കാണിച്ചു. ആ മെക്കാനിക് ഒരു ചെറിയ ബാഗുമായി മുറ്റത്തേക്ക് ഇറങ്ങുന്നതും ആ വലിയ കാറിന്റെ അടിയിലേക്ക് ഇഴഞ്ഞു കയറി ബ്രേക്ക് വയറുകൾ കൃത്യമായി മുറിച്ചുമാറ്റുന്നതും ശേഖരും വിജയും ക്യാമറയിലൂടെ തത്സമയം കണ്ടു. എന്നുവെച്ചാൽ നാളെ രാവിലെ ശേഖർ യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്ന കാർ അപകടത്തിൽപ്പെടുത്തുക എന്നതാണ് അവരുടെ ലക്ഷ്യം. പെട്ടെന്ന് ശേഖറിന്റെ കോട്ടിനുള്ളിൽ കിടന്ന ഫോൺ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. ഡിസ്പ്ലേയിൽ രശ്മി എന്ന പേര് തെളിഞ്ഞുവന്നു. ശേഖർ വിജയിക്കും കുസുമത്തിനും നേരെ വിരൽ ചൂണ്ടി മിണ്ടാതിരിക്കാൻ ആംഗ്യം കാണിച്ചു. മനസ്സിനെ പൂർണ്ണമായും ശാന്തമാക്കിക്കൊണ്ട് അയാൾ ഫോൺ കാതിലേക്ക് വെച്ചു. ഹലോ രശ്മി, എന്താ ഈ അർദ്ധരാത്രിയിൽ ഉറങ്ങില്ലേ? എയർപോർട്ടിൽ നിന്നും ഇറങ്ങിയോ? ഞാൻ ഉറങ്ങാതെ നിങ്ങളെയും കാത്തിരിക്കുകയാണ്. വല്ലാതെ പേടിയാവുന്നു ഒറ്റയ്ക്ക്. മറുപുറത്ത് രശ്മിയുടെ ശബ്ദത്തിൽ വഞ്ചനയുടെ ലേശമെങ്കിലും ഗന്ധമില്ലാത്ത സ്നേഹം തുളുമ്പുന്നുണ്ടായിരുന്നു. ഇല്ല രശ്മി, സിംഗപ്പൂരിൽ ഫ്ലൈറ്റ് അല്പം വൈകി. കണക്റ്റിംഗ് ഫ്ലൈറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടായി. ഞാൻ അപ്പോൾ എയർപോർട്ട് ലോഞ്ചിലാണ്. നാട്ടിലെത്തുമ്പോൾ പുലർച്ചെയാകും. നീ വെറുതെ ഉറക്കമിളക്കേണ്ട. മോളെയും കൂട്ടി ഉറങ്ങിക്കോളൂ. ഞാൻ നാളെ രാവിലെ കൃത്യം 8 മണിക്ക് ബംഗ്ലാവിലേക്ക് ടാക്സിയിലെത്തും. ശേഖർ ഒരു പതർച്ചയുമില്ലാതെ പച്ചക്കള്ളം പറഞ്ഞു. അയ്യോ, അങ്ങനെയാണോ? വല്ലാതെ വിഷമമായി ശേഖർ. എങ്കിലും സാരമില്ല, സൂക്ഷിച്ചു വരണേ. ഞാൻ നാളെ രാവിലെ നിങ്ങൾക്കായി കാത്തിരിക്കാം. രശ്മി ഫോൺ കട്ട് ചെയ്തു.
ഫോൺ വെച്ച ഉടൻ തന്നെ ക്യാമറയിൽ കണ്ട കാഴ്ച ശേഖറിന്റെ ഉള്ളിൽ പ്രതികാരത്തിന്റെ അഗ്നി കൂട്ടി. രശ്മി സിദ്ധാർത്ഥിനെ നോക്കി ഉറക്കെ ചിരിക്കുകയായിരുന്നു. സിദ്ധാർത്ഥ്, അവൻ നാളെ രാവിലെ 8 മണിക്ക് എത്തൂ. അവൻ വരുമ്പോൾ പുതിയ കാർ ഡ്രൈവർ കൊണ്ടുപോയി എന്ന് പറയാം. ഈ പഴയ SUV എടുക്കാൻ ഞാൻ അവരെ നിർബന്ധിക്കും. ഓഫീസിലെ പ്രധാന മീറ്റിംഗ് ഉള്ളതുകൊണ്ട് അവൻ വേഗം ഇതിൽ കയറിപ്പോകും. ഹൈവേയിലെ ആ വലിയ വളവിൽ വെച്ച് ബ്രേക്ക് കിട്ടാതെ അവൻ താഴേക്കു പതിക്കും. അവൾ ക്രൂരതയോടെ സിദ്ധാർത്ഥിന്റെ കൈകളിൽ പിടിച്ചു. ലാപ്ടോപ്പ് സ്ക്രീൻ പതുക്കെ അടച്ചുകൊണ്ട് ശേഖർ വിജയിയെ നോക്കി. അയാളുടെ കണ്ണുകളിൽ ഇപ്പോൾ സങ്കടത്തിന്റെ നനവില്ലായിരുന്നു, കഠിനമായ പക മാത്രം. വിജയ്, അവർ വിചാരിക്കുന്നത് നാളെ രാവിലെ ഞാൻ മരിക്കുമെന്നാണ്. എന്നാൽ നാളെ മരിക്കാൻ പോകുന്നത് എന്റെ ജീവൻ മാത്രമല്ല, മറിച്ച് എന്റെ പണം മോഹിച്ച അവരുടെ അഹങ്കാരമായിരിക്കും. നീ ഒട്ടും സമയം കളയണ്ട. നാളെ രാവിലെ എന്നെ വിളിക്കാൻ വരേണ്ട ടാക്സി ഡ്രൈവർ അക്ബറിനെ പോയി കാണുക. കാര്യങ്ങൾ അവനോട് പറയണം. രാവിലെ അവൻ എന്നെ എയർപോർട്ടിൽ നിന്നല്ല, ഈ ഗേറ്റിന് പുറത്തുനിന്നാണ് കയറ്റേണ്ടത്. ശേഖർ തന്റെ പ്ലാനുകൾ ഓരോന്നായി വിജയ്ക്ക് വിശദീകരിച്ചു കൊടുത്തു. രാത്രി മെക്കാനിക് മുറിച്ച ബ്രേക്ക് വയറുകളുള്ള ആ പഴയ കാർ എങ്ങനെ ഉപയോഗിക്കണമെന്നും സിദ്ധാർത്ഥിനെ എങ്ങനെ കുടുക്കണമെന്നും അയാൾ കൃത്യമായി പ്ലാൻ ചെയ്തു. വരാനിരിക്കുന്ന വലിയൊരു നാടകത്തിന്റെ തിരക്കഥ ആ ഔട്ട് ഹൗസിന്റെ ഇരുളിലിരുന്ന് ശേഖർ എഴുതി തീർത്തു. നേരം പതുക്കെ വെളുക്കാൻ തുടങ്ങി. മൂടൽമഞ്ഞിന്റെ കാഠിന്യം കുറഞ്ഞ് വെളിച്ചം ഭൂമിയിലേക്ക് വീണു. ബംഗ്ലാവിനുള്ളിൽ രശ്മി വളരെ സന്തോഷവതിയായി എഴുന്നേറ്റ് വരുന്നത് ശേഖർ കണ്ടു. അവൾ അനഘയോട് സ്നേഹം അഭിനയിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. തന്റെ അമ്മയുടെ മനസ്സിലെ ക്രൂരതയറിയാതെ ആ കൊച്ചുമകൾ അമ്മയെ കെട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു. ആ കാഴ്ച ശേഖരിന്റെ മനസ്സിൽ വലിയൊരു ആശ്വാസമായി മാറി. തന്റെ മകളെ ഈ ചതിയന്മാരുടെ കയ്യിൽ നിന്നും രക്ഷിക്കാൻ തനിക്ക് ലഭിച്ച വലിയൊരവസരമാണ് ഈ രാത്രി. വിജയ് നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഔട്ട് ഹൗസിന്റെ പിൻഭാഗത്തുകൂടി പുറത്തു കടന്ന് ടാക്സിയുമായി ഗേറ്റിനു പുറത്ത് കാത്തുനിന്നു. ശേഖർ തന്റെ കോട്ടിലെ പൊടി തുടച്ചുകൊണ്ട് വരാനിരിക്കുന്ന കൊടുങ്കാറ്റിനെ നേരിടാൻ തയ്യാറായി ഔട്ട് ഹൗസിന്റെ വാതിൽ തുറന്നു പുറത്തേക്ക് നടന്നു. പ്രഭാതത്തിന്റെ ആദ്യ കിരണങ്ങൾ ആ വലിയ ബംഗ്ലാവിന്റെ മുറ്റത്തേക്ക് വീണു തുടങ്ങിയപ്പോൾ തന്നെ രശ്മി ഉമ്മറത്തെ കോൺക്രീറ്റ് തൂണിനരികിൽ വന്ന് നിൽപ്പുണ്ടായിരുന്നു. സാധാരണ ദിവസങ്ങളിൽ ഇത്രയും നേരത്തെ എഴുന്നേൽക്കുന്ന ശീലം അവൾക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവളുടെ മുഖത്തെ കടുത്ത അസ്വസ്ഥതയും വെപ്രാളവും പ്രകടമായിരുന്നു. ആ തണുത്ത പുലരിയിലും അവളുടെ നെറ്റിയിൽ നേർത്ത വിയർക്കുതുള്ളികൾ പൊടിഞ്ഞു നിന്നു. അവളുടെ കണ്ണുകൾ ഇടയ്ക്കിടെ വലിയ ഇരുമ്പ് ഗേറ്റിലേക്ക് നീണ്ടുകൊണ്ടിരുന്നു. ശേഖർ ടാക്സിയിൽ വരുമെന്ന് പറഞ്ഞ സമയം അടുത്തു വരികയാണ്. വലിയൊരു ക്രൂരതയ്ക്ക്, സ്വന്തം ഭർത്താവിന്റെ ജീവൻ എടുക്കാൻ പോകുന്ന കടുത്ത വഞ്ചനയ്ക്ക് തൊട്ടുമുമ്പുള്ള ആ നിമിഷങ്ങളിൽ അവളുടെ ഉള്ളിൽ നേരിയ ഭയമോ കുറ്റബോധമോ ഒട്ടും തന്നെ ഉണ്ടായിരുന്നില്ല. പണത്തോടും ആഡംബരത്തോടുമുള്ള ആർത്തി അവളുടെ മനസാക്ഷിയെ പൂർണ്ണമായും മരവിപ്പിച്ചു കഴിഞ്ഞിരുന്നു. ഈ സമയം ബംഗ്ലാവിന്റെ അകത്തെ അതിഥിമുറിയിൽ സിദ്ധാർത്ഥ് തന്റെ ചെറിയ യാത്രാ ബാഗ് പാക്ക് ചെയ്യുന്ന തിരക്കിലായിരുന്നു. ശേഖരന്റെ മരണം ഒരു സാധാരണ അപകടമാണെന്ന് വരുത്തി തീർക്കാനും അത് ഉറപ്പാക്കിയ ശേഷം പോലീസിന്റെയോ മറ്റുള്ളവരുടെയോ സംശയം വരാതിരിക്കാൻ നഗരത്തിൽ നിന്നും കുറച്ചു ദിവസത്തേക്ക് മാറി നിൽക്കാനുമായിരുന്നു അവന്റെ പ്ലാൻ. രശ്മി പതുക്കെ അകത്തേക്ക് നടന്ന് സിദ്ധാർത്ഥിന്റെ അരികിലെത്തി. അവൾ ചുറ്റും നോക്കി. വീട്ടിലെ മറ്റാരും കേൾക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തി വളരെ പതുക്കെ ഗൂഢമായ ശബ്ദത്തിൽ പറഞ്ഞു, സിദ്ധാർത്ഥ്, നീ എല്ലാം കൃത്യമായി ഓർക്കുന്നുണ്ടല്ലോ. ഒരു തെറ്റും വരുത്തരുത്. ശേഖർ ടാക്സിയിൽ വന്നിറങ്ങിയാൽ ഉടൻ തന്നെ നീ ഇവിടെ നിന്നും പിൻവാതിലിലൂടെ മാറി നിൽക്കണം. അയാൾ അകത്തേക്ക് വരുമ്പോൾ ഞാൻ നമ്മുടെ പുതിയ ആഡംബര കാർ ഡ്രൈവർ രാവിലെ തന്നെ എറണാകുളത്തെ സർവീസ് സെന്ററിലേക്ക് കൊണ്ടുപോയി എന്ന് കള്ളം പറയും. എന്റെ കാറാണെങ്കിൽ സ്റ്റാർട്ടിംഗ് കംപ്ലയിന്റ് കാരണം വർക്ക്ഷോപ്പിലാണ് എന്നും പറയും. അതുകൊണ്ട് ഓഫീസിലെ പ്രധാനപ്പെട്ട മീറ്റിംഗിന് പോകാൻ അയാൾക്ക് ആ പഴയ SUV മാത്രമേ മുന്നിലുണ്ടാവുകയുള്ളൂ. അത് ശേഖരന് പണ്ടേ ഏറ്റവും പ്രിയപ്പെട്ട വണ്ടിയായതുകൊണ്ട് വല്ലാതെ നിർബന്ധിച്ച സമയം കളയേണ്ടി വരില്ല. അയാൾ വേഗത്തിൽ അതിൽ കയറിപ്പോയിക്കോളും. സിദ്ധാർത്ഥ് ഒരു ക്രൂരമായ ചിരിയോടെ അത് ശരിവെച്ചു. കഴിഞ്ഞ രാത്രി തങ്ങൾ വിളിച്ചുവരുത്തിയ മെക്കാനിക് വളരെ കൃത്യമായാണ് ആ പഴയ കാറിന്റെ അടിയിൽ കയറി ബ്രേക്ക് വയറുകൾ മുറിച്ചുമാറ്റിയത്. ഒരു തുള്ളി ബ്രേക്ക് ഓയിൽ പോലും ഇല്ലാത്ത ആ വണ്ടി ഹൈവേയിലെ വലിയ ഇറക്കത്തിലും വളവുകളിലും എത്തുമ്പോൾ പൂർണ്ണമായും നിയന്ത്രണം നഷ്ടപ്പെടുമെന്നും ജീവനോടെ അതിൽ നിന്നും ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ലെന്നും അവർക്ക് 100% ഉറപ്പായിരുന്നു. കൃത്യം 8 മണിയായപ്പോൾ ഗേറ്റ് കടന്നൊരു വെള്ള ടാക്സി കാർ മുറ്റത്തേക്ക് വന്നു നിന്നു. കാറിന്റെ പിൻവാതിൽ തുറന്ന് ശേഖർ പുറത്തേക്കിറങ്ങി. ദിവസങ്ങൾ നീണ്ട വിദേശയാത്രയുടെയും ഉറക്കമില്ലായ്മയുടെയും കടുത്ത ക്ഷീണവും തളർച്ചയും കാണിക്കുന്ന രീതിയിലായിരുന്നു അയാളുടെ ശരീരഭാഷ. കൈകളിൽ വിദേശത്തു നിന്നും മകൾക്കായി വാങ്ങിയ വലിയ സമ്മാന പൊതികളുണ്ടായിരുന്നു. തന്റെ ഉള്ളിൽ തിളച്ചുമറിയുന്ന പകയും ദേഷ്യവും വഞ്ചനയുടെ വേദനയും പുറത്തു കാണിക്കാതെ അയാൾ മുഖത്തൊരു ചെറിയ സ്വാഭാവിക പുഞ്ചിരി വരുത്തി. ശേഖരനെ കണ്ടതും രശ്മി ഉമ്മറത്തു നിന്ന് ഓടിച്ചെന്ന് അയാളെ കെട്ടിപ്പിടിച്ചു.
ശേഖർ, എത്ര നേരമായി ഞാൻ കാത്തിരിക്കുന്നു. രാത്രി നിങ്ങൾ വിളിച്ചതിന് ശേഷം എനിക്ക് വല്ലാത്ത ആശങ്കയായിരുന്നു. ഉറങ്ങാൻ പോലും കഴിഞ്ഞില്ല. വഴിയിലെവിടെയും ട്രാഫിക് ബ്ലോക്കുകളൊന്നും ഇല്ലായിരുന്നല്ലോ. അവളുടെ അഭിനയം തികച്ചും സ്വാഭാവികമായിരുന്നു. ആ കണ്ണുകളിൽ സ്നേഹമല്ല, മറിച്ച് തന്റെ അവസാനത്തെ ഇരയോടുള്ള വ്യാജമായ അനുതാപമായിരുന്നു എന്ന് ശേഖറിന് ഇപ്പോൾ വ്യക്തമായി മനസ്സിലായി. ഉള്ളിൽ അറപ്പ് തോന്നിയെങ്കിലും അയാൾ അത് പുറത്തു കാട്ടിയില്ല. ശേഖർ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അകത്തെ വലിയ ഹാളിലേക്ക് നടന്നു. സോഫിയിലേക്ക് സമ്മാനപ്പൊതികൾ വെച്ചുകൊണ്ട് അയാൾ പറഞ്ഞു, ക്ഷമിക്കണം രശ്മി, ചില പുതിയ ബിസിനസ് കരാറുകളുടെ പ്രശ്നങ്ങൾ കാരണം എനിക്ക് വല്ലാതെ വൈകിപ്പോയി. കണക്റ്റിംഗ് ഫ്ലൈറ്റും മിസ്സായി. എനിക്കിപ്പോൾ തന്നെ ഫ്രഷായി ഓഫീസിലേക്ക് ഇറങ്ങണം. വലിയൊരു വിദേശ ക്ലയന്റുമായി 10 മണിക്ക് പ്രധാന മീറ്റിംഗ് ഉണ്ട്. ഒട്ടും സമയം കളയാനില്ല. ശേഖരന്റെ സംസാരത്തിൽ യാതൊരുവിധ സംശയവും തോന്നാത്ത വിധം അയാൾ തികച്ചും ശാന്തനായിരുന്നു. ഈ സമയം കുസുമം അവർക്ക് കുടിക്കാനായി ചൂട് ചായയുമായി ഹാളിലേക്കെത്തി. ശേഖരനെ മുഖാമുഖം കണ്ടപ്പോൾ അവളുടെ കൈകൾ ചെറുതായി വിറച്ചു. കഴിഞ്ഞ രാത്രി നടന്ന എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരേയൊരു സാക്ഷി അവളായിരുന്നു. അവൾ തല കുനിച്ചാണ് നിന്നത്. എന്നാൽ തന്റെ പ്ലാനുകളുടെ ആവേശത്തിലും ധൃതിയിലുമായിരുന്ന രശ്മി കുസുമത്തിന്റെ ഉള്ളിലെ ആ പരിഭ്രാന്തി ശ്രദ്ധിച്ചതേയില്ല. ചായക്കപ്പ് മേശപ്പുറത്ത് വെച്ച് കുസുമം പതുക്കെ അടുക്കള ഭാഗത്തേക്ക് മാറി നിന്നു. ചായ പതുക്കെ കുടിക്കുന്നതിനിടയിൽ ശേഖർ ചുറ്റും നോക്കിക്കൊണ്ട് വളരെ സാധാരണ മട്ടിൽ ചോദിച്ചു, രശ്മി, എന്റെ പുതിയ കാർ എവിടെ? മുറ്റത്ത് കാണുന്നില്ലല്ലോ. എനിക്ക് വേഗം ഓഫീസിലേക്ക് ഇറങ്ങേണ്ടതാണ്. സമയം പോകുകയാണ്. രശ്മി താൻ നേരത്തെ മനസ്സിൽ പറഞ്ഞു പഠിച്ചു വെച്ച കള്ളം വളരെ തന്മയത്വത്തോടെ പുറത്തെടുത്തു. അയ്യോ ശേഖർ, പുതിയ കാറിന് എന്തോ ചെറിയ ഗിയർ കംപ്ലൈന്റ് കണ്ടതുകൊണ്ട് രാവിലെ തന്നെ ഡ്രൈവർ അത് സർവീസ് സെന്ററിലേക്ക് കൊണ്ടുപോയി. എന്റെ കാറാണെങ്കിൽ രാവിലെ സ്റ്റാർട്ടാകുന്നില്ല. അതും വർക്ക്ഷോപ്പിൽ കൊടുത്തിരിക്കുകയാണ്. നീ ഒരു കാര്യം ചെയ്യൂ, നമ്മുടെ ആ പഴയ SUV മുറ്റത്ത് കിടപ്പുണ്ടല്ലോ, അതെടുത്തോളൂ. നിനക്കും അതൊരു മാറ്റമാകും. നല്ല കണ്ടീഷനാണത്. ശേഖർ ചായക്കപ്പ് താഴെ വെച്ച് അവൾക്ക് നേരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അവളുടെ കെണി കൃത്യമായി എവിടെയാണ് ഒരുക്കിയിരിക്കുന്നത് എന്ന് അയാൾക്ക് ലാപ്ടോപ്പ് CCTV ദൃശ്യങ്ങളിലൂടെ മനസ്സിലായതുകൊണ്ട് ആ വാക്കുകൾ അയാൾക്കൊട്ടും അത്ഭുതമുണ്ടാക്കിയില്ല. ശരി രശ്മി, നീ പറയുന്നതുപോലെ ചെയ്യാം. വലിയ മീറ്റിംഗ് ഉള്ളതുകൊണ്ട് എനിക്ക് വണ്ടിയില്ലാതെ പറ്റില്ല. ഞാൻ മുകളിലെ മുറിയിൽ പോയി വേഗം വസ്ത്രം മാറി വരാം. നീ ആ കാറിന്റെ കീ എടുത്തു വെക്ക്. ശേഖർ പടികൾ കയറി മുകളിലെ മുറിയിലേക്ക് പോയി. ഉടൻ തന്നെ രശ്മി ഫോൺ എടുത്ത് ഒളിച്ചിരുന്ന സിദ്ധാർത്ഥിനെ വിളിച്ചു. കാര്യങ്ങളെല്ലാം നമ്മൾ വിചാരിച്ച പോലെ തന്നെയാണ് നടക്കുന്നത്. അവൻ ആ പഴയ കാറ് തന്നെ എടുക്കാൻ സമ്മതിച്ചു. നീ ഒട്ടും സമയം കളയണ്ട. നമ്മുടെ ആളുകളുമായി ഹൈവേയിലെ ആ വലിയ വളവിന് താഴെ കാത്തു നിൽക്കൂ. വണ്ടി കൊക്കയിലേക്ക് മറിയുന്നത് കൺമുന്നിൽ കണ്ട ഉടൻ തന്നെ നീ എനിക്ക് മെസ്സേജ് അയക്കണം. ഞാനിവിടെ കരയാൻ തയ്യാറായിരിക്കാം. സിദ്ധാർത്ഥ് കടുത്ത ആവേശത്തിൽ ബംഗ്ലാവിന്റെ പിൻവാതിലിലൂടെ പുറത്തിറങ്ങി തന്നെ ബൈക്കിൽ ഹൈവേ ലക്ഷ്യമാക്കി പാഞ്ഞു. ഈ സമയം മുകളിലെ ബാത്റൂമിൽ കയറിയ ശേഖർ തന്റെ ഫോൺ എടുത്ത് വിജയെ രഹസ്യമായി വിളിച്ചു. വിജയ്, എല്ലാം പ്ലാൻ ചെയ്തതുപോലെ തന്നെയാണ് മുന്നോട്ടു പോകുന്നത്. അവരെന്നെ ആ പഴയ കാറിൽ കയറ്റിവിടാനാണ് നോക്കുന്നത്. നീ ടാക്സി ഡ്രൈവർ അക്ബറിനോടും മറ്റുള്ളവരോടും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അവർ ഗേറ്റിനു പുറത്ത് തയ്യാറായി നിൽക്കുകയല്ലേ? മറുപുറത്തു നിന്നും വിജയുടെ ഉറപ്പുള്ള ശബ്ദം കേട്ടു. അതെ സാർ, എല്ലാം തയ്യാറാണ്. സാർ ധൈര്യമായി താഴേക്കിറങ്ങിക്കോളൂ. വണ്ടിയുടെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം. സാറിനൊന്നും സംഭവിക്കില്ല. വിജയുടെ മറുപടി കിട്ടിയതും ശേഖർ വേഗത്തിൽ തന്റെ കോട്ടും വസ്ത്രങ്ങളും മാറി താഴെയെത്തി. താഴെ ഹാളിൽ വെച്ച് ശേഖർ രശ്മിയോട് യാത്ര പറയാനൊരുങ്ങി. ശരി രശ്മി, ഞാൻ ഇറങ്ങുകയാണ്. അനഘമോൾ ഉറങ്ങുകയാണോ? അവളെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. സമ്മാനം മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. രശ്മി അയാളെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു. അവൾ നല്ല ഉറക്കത്തിലാണ് ശേഖർ. യാത്ര കഴിഞ്ഞു വന്നതല്ലേ. നീ ഓഫീസിൽ പോയിട്ട് വേഗം വാ. നമുക്ക് ഉച്ചയ്ക്ക് ഒരുമിച്ച് നല്ല ഭക്ഷണം കഴിക്കാം. നീ വേഗം ഇറങ്ങിക്കോ, സമയം വൈകുന്നു. ശേഖർ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. ആ കണ്ണുകളിൽ പ്രിയപ്പെട്ടവന്റെ മരണവാർത്തയ്ക്കായുള്ള കടുത്ത കാത്തിരിപ്പായിരുന്നു. ശേഖർ പതുക്കെ ഉമ്മറത്തേക്കിറങ്ങി മുറ്റത്ത് കിടന്ന പഴയ കാറിനടുത്തേക്ക് നടന്നു. കാറിന്റെ വാതിലിൽ പിടിച്ചപ്പോൾ അയാൾക്ക് വല്ലാത്തൊരു വിറയൽ തോന്നി. ഈ ഇരുമ്പ് കൂട്ടിനുള്ളിലാണ് തന്റെ അന്ത്യം അവർ കുറിച്ചിരിക്കുന്നത്. പക്ഷേ ശേഖർ ആ കാറിന്റെ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തില്ല. അയാൾ കാറിന്റെ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് പതുക്കെ ഗേറ്റിനടുത്തേക്ക് കാറ് തള്ളി നീക്കി. വലിയൊരു ഇറക്കമായതുകൊണ്ട് വണ്ടി വലിയ ശബ്ദമില്ലാതെ ഗേറ്റിനു പുറത്തേക്ക് ഉരുണ്ടു നീങ്ങി. ഗേറ്റിനു പുറത്ത് വിജയും അവന്റെ ഒരു സുഹൃത്തായ ഒരു സാങ്കേതിക വിദഗ്ധനും കാത്തുനിൽപ്പുണ്ടായിരുന്നു. അവർ വേഗത്തിൽ ആ കാറിന്റെ ഡാഷ്ബോർഡിനടിയിൽ ഒരു ചെറിയ ഉപകരണം ഘടിപ്പിച്ചു. ശേഖറിന്റെ ബിസിനസ് ഗവേഷണ വിഭാഗം രഹസ്യമായി വികസിപ്പിച്ചെടുത്ത റിമോട്ട് കൺട്രോൾ സാങ്കേതിക വിദ്യയായിരുന്നു അത്. വണ്ടിയിൽ ഡ്രൈവർ ഇല്ലാതെ തന്നെ ദൂരെ നിന്നും ലാപ്ടോപ്പ് വഴി അത് കൃത്യമായി നിയന്ത്രിക്കാൻ കഴിയും. ശേഖർ വേഗത്തിൽ ആ കാത്തുനിന്ന ടാക്സി കാറിന്റെ പിൻ സീറ്റിലേക്ക് കയറി. ആരും കാണാതെ അയാൾ മറ്റൊരു രഹസ്യ വഴിയിലൂടെ സിദ്ധാർത്ഥ് കാത്തുനിൽക്കുന്ന ഹൈവേക്കടുത്തേക്ക് തിരിച്ചു. വിജയ്, അവർ വിചാരിക്കുന്നത് ഞാൻ ആ SUVയിൽ യാത്ര ചെയ്യുകയാണ്. കാർ ഹൈവേയിലേക്ക് വിട്ടോളൂ, വിജയ് നിർദ്ദേശിച്ചു. വിജയ് ലാപ്ടോപ്പിൽ കമാൻഡ് നൽകിയതും ആ പഴയ ആഡംബര കാർ ഡ്രൈവർ ഇല്ലാതെ തന്നെ ഹൈവേയിലൂടെ വേഗത്തിൽ പാഞ്ഞു പോകാൻ തുടങ്ങി. സിദ്ധാർത്ഥ് തന്റെ ബൈക്കിൽ അല്പം ദൂരെ മാറി ആ കാറിനെ പിന്തുടർന്നുണ്ടായിരുന്നു.
വണ്ടിയുടെ മുൻസീറ്റിൽ ഒരു മനുഷ്യന്റെ രൂപം തോന്നുന്ന രീതിയിൽ അവരൊരു ഡമ്മി കൃത്യമായി വെച്ചിട്ടുണ്ടായിരുന്നു. അത് പുറത്തുനിന്ന് നോക്കുന്നവർക്ക് ഉള്ളിൽ ആളിരുന്ന് വണ്ടി ഓടിക്കുകയാണ് എന്നേ തോന്നൂ. ഹൈവേയിലെ വലിയൊരു അപകടവളവും കടുത്ത ഇറക്കമുള്ള സ്ഥലത്തെത്തിയപ്പോൾ കാറിന്റെ വേഗത ക്രമാതീതമായി കൂടി. സിദ്ധാർത്ഥ കടുത്ത ആവേശത്തിൽ തന്റെ ഫോൺ എടുത്ത് രശ്മിയെ വിളിച്ചു. രശ്മി, കാർ ഇതാ ആ വലിയ വളവിലെത്തിക്കഴിഞ്ഞു. ഇനി വെറും സെക്കൻഡുകൾ, അവൻ തീർന്നു. അവൻ നോക്കി നിൽക്കെ ബ്രേക്ക് പൂർണ്ണമായും നഷ്ടപ്പെട്ട ആ വലിയ കാർ റോഡരികിലെ സംരക്ഷണ ഭിത്തി തകർത്തുകൊണ്ട് താഴെയുള്ള വലിയ കൊക്കയിലേക്ക് മറിഞ്ഞു വീഴുന്നതും ഭീകരമായ ശബ്ദത്തോടെ കാർ പലതവണ മറിഞ്ഞ് താഴെ പാറയിലിടിച്ചു വലിയൊരു സ്ഫോടനത്തോടെ കത്തി അമരുന്നതും സിദ്ധാർത്ഥ് ദൂരെ നിന്നും കണ്ടാസ്വദിച്ചു. തീർന്നു. ശേഖരന്റെ അധ്യായം ഇതോടെ അവസാനിച്ചു. അയാൾ റോഡരികിൽ നിന്ന് അട്ടഹസിച്ചു. അയാൾ ഉടൻ തന്നെ രശ്മിയെ വിളിച്ച് വണ്ടി കൊക്കയിലേക്ക് വീണു എന്ന വിവരം കൈമാറി. വഞ്ചനയുടെ ആ കറുത്ത നാടകം അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയായിരുന്നു. അപകടം നടന്ന വിവരമറിഞ്ഞതും രശ്മി വീട്ടിലിരുന്ന് ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി. അയൽക്കാരും നാട്ടുകാരും ബംഗ്ലാവിലേക്ക് ഓടിക്കൂടി. ശേഖരന്റെ വണ്ടി വലിയ അപകടത്തിൽപ്പെട്ടെന്നും അയാൾ മരിച്ചെന്നും വാർത്ത പരന്നു. എന്നാൽ ഇതേ സമയം മറ്റൊരു വഴിയിലൂടെ ശേഖറും വിജയും നേരെ സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിലേക്ക് ആ ടാക്സിയിൽ എത്തിച്ചേരുകയായിരുന്നു. തങ്ങളുടെ പക്കലുള്ള ലാപ്ടോപ്പിലെ ദൃശ്യങ്ങളും വണ്ടി ഡ്രൈവറില്ലാതെ റിമോട്ട് വഴി ഓടിച്ചതിന്റെ രേഖകളും ചതിയുടെ തെളിവുകളും പോലീസിന് കൈമാറാൻ ശേഖർ തയ്യാറെടുത്തു. ചതിയന്മാർ തങ്ങൾ ജയിച്ചുവെന്ന് കരുതി ആഘോഷിക്കുമ്പോൾ അവർക്കായി ശേഖർ ഒരുക്കിയ വലിയൊരു കെണി അണിയറയിൽ പൂർണ്ണമാകുകയായിരുന്നു. കമ്മീഷണർ ഓഫീസിന്റെ എയർ കണ്ടീഷണർ മുറിക്കുള്ളിൽ കനത്ത നിശബ്ദത പടർന്നിരുന്നു. സിറ്റി പോലീസ് കമ്മീഷണർ രാഘവൻ തന്റെ മേശപ്പുറത്തിരുന്ന ലാപ്ടോപ്പ് സ്ക്രീനിലേക്ക് കണ്ണെടുക്കാതെ നോക്കുകയാണ്. ശേഖറും വിജയും തൊട്ടുമുന്നിലെ കസേരകളിൽ തികച്ചും ശാന്തരായിരിപ്പുണ്ട്. ലാപ്ടോപ്പിൽ പ്ലേയായിക്കൊണ്ടിരുന്ന ദൃശ്യങ്ങളിൽ കഴിഞ്ഞ രാത്രിയിൽ ബംഗ്ലാവിന്റെ ലിവിംഗ് റൂമിലിരുന്ന് രശ്മിയും സിദ്ധാർത്ഥും നടത്തിയ ആ രഹസ്യ ചർച്ചയും തുടർന്ന് മെക്കാനിക് കാറിന്റെ ബ്രേക്ക് വയറുകൾ മുറിക്കുന്നതുമെല്ലാം അതീവ വ്യക്തതയോടെ തെളിഞ്ഞുനിന്നു. ഒരു ബിസിനസ് പ്രമുഖനെ കൊലപ്പെടുത്താൻ സ്വന്തം ഭാര്യ തന്നെ ശത്രുവിനൊപ്പം ചേർന്ന് ഇത്രയും വലിയൊരു ആസൂത്രണം നടത്തിയെന്നത് കമ്മീഷണറെ പോലും അത്ഭുതപ്പെടുത്തി കളഞ്ഞു. ദൃശ്യങ്ങൾ പൂർണ്ണമായും കണ്ടുകഴിഞ്ഞതിനു ശേഷം കമ്മീഷണർ രാഘവൻ ലാപ്ടോപ്പ് സ്ക്രീൻ പതുക്കെ താഴ്ത്തിവെച്ചു. അയാൾ ശേഖരനെ നോക്കി വിസ്മയത്തോടെ ചോദിച്ചു, ശേഖർ, നിങ്ങളൊരു അസാധ്യ മനുഷ്യൻ തന്നെയാണ്. സ്വന്തം ജീവനെടുക്കാൻ ഭാര്യയും ശത്രുവും ചേർന്ന് കെണിയൊരുക്കിയത് കൺമുന്നിൽ കണ്ടിട്ടും ആവേശം കാണിക്കാതെ ഇത്രയും കൃത്യമായ തെളിവുകൾ ശേഖരിക്കാൻ നിങ്ങൾക്കെങ്ങനെ സാധിച്ചു? സാധാരണക്കാരനാണെങ്കിൽ ഒന്നുകിൽ അവിടെ വെച്ച് അവരെ ആക്രമിക്കും, അല്ലെങ്കിൽ ഭയന്നോടും. ശേഖർ ഒരു ചെറിയ പുഞ്ചിരിയോടെ മറുപടി നൽകി, സർ, ഞാൻ പൂജ്യത്തിൽ നിന്നും ഒരു വലിയ ബിസിനസ് സാമ്രാജ്യം പടുത്തുയർത്തിയവനാണ്. വികാരങ്ങൾ കടിപ്പെട്ട് തീരുമാനങ്ങളെടുത്താൽ കച്ചവടത്തിലും ജീവിതത്തിലും തോറ്റുപോവുകയുള്ളൂ. രശ്മി എന്നെ ചതിച്ചു എന്നതൊരു സത്യമാണ്. ആ വേദന എന്റെ ഉള്ളിലുണ്ട്. പക്ഷെ അതിനേക്കാൾ എനിക്ക് പ്രധാനം എന്റെ മകൾ അനഘയുടെ സുരക്ഷയാണ്. അവൾ ആ ചതിയന്മാരുടെ കയ്യിൽ അകപ്പെടരുത്. നിയമത്തിന് മുന്നിൽ ഒരു ലൂപ്പ് ഹോൺ പോലും നൽകാതെ എനിക്കിവരെ പൂട്ടണം. അതിനാണ് ഞാൻ വിജയുടെ സഹായത്തോടെ ഈ തെളിവുകളെല്ലാം ശേഖരിച്ചത്. കമ്മീഷണർ രാഘവൻ ഉടൻ തന്നെ തന്റെ മുന്നിലിരുന്ന ഇന്റർകോം എടുത്ത് പുറത്തുനിന്ന ഇൻസ്പെക്ടർ ഹരിയെ അകത്തേക്ക് വിളിച്ചു. ഹരി, വലിയൊരു കൊലപാതക ശ്രമത്തിന്റെ കേസാണിത്. പ്രതികൾ വിചാരിച്ചിരിക്കുന്നത് ബിസിനസ്സുകാരനായ ശേഖർ ഹൈവേയിലെ കാർ അപകടത്തിൽ മരിച്ചു എന്നാണ്. ആ ഒരു ധാരണ ഇപ്പോഴവർക്കുണ്ടാകണം. നിങ്ങളൊരു വലിയ പോലീസ് സംഘവുമായി ഉടൻ തന്നെ ശേഖരന്റെ ബംഗ്ലാവിലേക്ക് തിരിക്കുക. പക്ഷെ അവിടെ ചെന്ന് ആരെയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യരുത്. ശേഖർ മരിച്ച വാർത്തയറിഞ്ഞ് വിലാപം അഭിനയിക്കുന്ന രശ്മിയുടെയും അവളുടെ കൂടെയുള്ളവരുടെയും നീക്കങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുക. ഞാൻ പറയുന്ന നിമിഷം മാത്രമേ ഫൈനൽ മൂവ് നടത്താവൂ. ഇൻസ്പെക്ടർ ഹരി സല്യൂട്ട് അടിച്ച് വേഗത്തിൽ മുറിക്കു പുറത്തേക്കിറങ്ങി. കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം കറുത്ത വസ്ത്രം ധരിച്ച ഷാഡോ പോലീസുകാരും ബംഗ്ലാവിന്റെ പരിസരത്തേക്ക് രഹസ്യമായി നീങ്ങി. ഈ സമയം ബംഗ്ലാവിന്റെ ഉമ്മറത്ത് വലിയൊരു ജനക്കൂട്ടം തടിച്ചുകൂടിയിരുന്നു. നാട്ടുകാരും ബന്ധുക്കളും ശേഖരന്റെ ഓഫീസിലെ ജീവനക്കാരുമെല്ലാം ആകെ പരിഭ്രാന്തിയിലായിരുന്നു. ഹാളിലെ സോഫയിലിരുന്ന് രശ്മി അലമുറയിട്ട് കരയുന്നുണ്ടായിരുന്നു. അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീരൊലിച്ചിറങ്ങുന്നുണ്ടെങ്കിലും ഉള്ളിൽ വലിയൊരു ആശ്വാസത്തിന്റെ കനലായിരുന്നു. എന്റെ ദൈവമേ, എന്നെ ഒറ്റയ്ക്കാക്കി അയാൾ എങ്ങോട്ടായി പോയത്? രാവിലെ ഓഫീസിലേക്കിറങ്ങിയതാ, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലല്ലോ, അവൾ ചുറ്റും കൂടിയവരോടായി വിളിച്ചു പറഞ്ഞു. അവളുടെ ഈ അഭിനയം കണ്ട് അടുക്കളവാതിൽക്കൽ നിന്നിരുന്ന കുസുമത്തിന്റെ ഉള്ളിൽ കടുത്ത അറപ്പാണ് തോന്നിയത്. തന്റെ സാറിന്റെ ജീവനെടുത്ത ക്രൂരതയ്ക്ക് നേതൃത്വം നൽകിയ സ്ത്രീ ഇതാ നാട്ടുകാരുടെ മുന്നിൽ പതിവ്രതയായി ചമയുന്നു.
പെട്ടെന്ന് രശ്മിയുടെ ഫോൺ വൈബ്രേറ്റ് ചെയ്തു. അവൾ ആരും കാണാതെ സാരിത്തുമ്പുകൊണ്ട് മുഖം തുടയ്ക്കുന്ന രീതിയിൽ ഫോൺ എടുത്തു നോക്കി. സിദ്ധാർത്ഥിന്റെ മെസ്സേജായിരുന്നു. കാർ പൂർണ്ണമായും കത്തിയമർന്നു. ബോഡി തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവശിഷ്ടങ്ങൾ മാത്രമേയുള്ളൂ. പോലീസിന് ഇതൊരു ആക്സിഡന്റ് കേസ് മാത്രമായിരിക്കും. ഞാൻ കുറച്ചു ദിവസത്തേക്ക് ബാംഗ്ലൂരിലേക്ക് മാറുകയാണ്. നീ ഇവിടെ കാര്യങ്ങൾ തണുപ്പിക്കൂ. എല്ലാം കഴിഞ്ഞാൽ ഈ സ്വത്തുക്കൾ മുഴുവൻ നമുക്ക് സ്വന്തമാക്കാം. മെസ്സേജ് വായിച്ചതും രശ്മിയുടെ മുഖത്ത് നേരിയൊരു വിജയച്ചിരി മിന്നിമറഞ്ഞു. അല്പസമയത്തിനകം ഇൻസ്പെക്ടർ ഹരിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് ജീപ്പ് ബംഗ്ലാവ് മുറ്റത്തേക്ക് വന്നു നിന്നു. പോലീസുകാരെ കണ്ടതും രശ്മി കൂടുതൽ ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. ഇൻസ്പെക്ടർ ഹരി ഹാളിലേക്ക് നടന്നുവന്ന് രശ്മിയുടെ അരികിലിരുന്നു. മാഡം, ദയവായി ശാന്തയാകൂ. വലിയൊരു അപകടമാണ് നടന്നിരിക്കുന്നത്. ഹൈവേയിലെ വളവിൽ നിന്നും വണ്ടി നിയന്ത്രണം വിട്ട് കൊക്കയിലേക്ക് മറിയുകയായിരുന്നു. വണ്ടി പൂർണ്ണമായും കത്തിനശിച്ചു. ഹരി തികച്ചും ഔദ്യോഗികമായ സ്വരത്തിൽ പറഞ്ഞു. രശ്മി കരച്ചിലടക്കാൻ പാടുപെടുന്നതുപോലെ അഭിനയിച്ചുകൊണ്ട് ചോദിച്ചു. ഇൻസ്പെക്ടർ, എന്റെ ഭർത്താവിന്റെ ബോഡി കിട്ടിയോ മാഡം? എനിക്ക് അയാളെ ഒന്ന് കാണണം. ബോഡി പോസ്റ്റ്മോർട്ടത്തിലായി മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് മാഡം. കരിഞ്ഞുപോയതുകൊണ്ട് ഇൻക്വസ്റ്റ് നടപടികൾക്ക് കുറച്ചു സമയമെടുക്കും. അതിനു മുൻപ് ചില കാര്യങ്ങളിൽ ഞങ്ങൾക്ക് വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഇൻസ്പെക്ടർ ഹരി തന്റെ പോക്കറ്റിൽ നിന്നും ഒരു ഡയറി പുറത്തെടുത്തു. രശ്മിയുടെ മനസ്സിൽ പെട്ടെന്നൊരു ഭയം അങ്കുരിച്ചു. എന്ത് കാര്യങ്ങളാണ് ഇൻസ്പെക്ടർ? അതൊരു ആക്സിഡന്റ് അല്ലേ? അതിലിനി എന്താണ് അറിയാനുള്ളത്? ഹരി രൂക്ഷമായൊരു നോട്ടം അവൾക്ക് നേരെ എറിഞ്ഞു. മാഡം, ശേഖർ സാർ രാവിലെ വീട്ടിൽ നിന്നും ഇറങ്ങിയപ്പോൾ ആ പഴയ SUV കാർ മാത്രമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ പുതിയ ആഡംബരക്കാർ എവിടെയായിരുന്നു? രശ്മി പെട്ടെന്ന് പതറിപ്പോയി. പോലീസ് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുമെന്ന് അവൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. എങ്കിലും അവൾ സ്വയം നിയന്ത്രിച്ചുകൊണ്ട് പറഞ്ഞു. അത് ഡ്രൈവർ സർവീസിന് കൊണ്ടുപോയതല്ലായിരുന്നോ ഇൻസ്പെക്ടർ? എന്റെ വണ്ടി വർക്ക്ഷോപ്പിലുമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ആ പഴയ കാർ എടുത്തത്. അപ്പോൾ ഡ്രൈവർ കാറുമായി പോയത് നിങ്ങൾ കണ്ടിരുന്നോ? ഹരി വീണ്ടും ചോദിച്ചു. ഉവ്വ്, ഞാൻ കണ്ടിരുന്നു. രശ്മി കള്ളം ആവർത്തിച്ചു. ഇതേ സമയം ബംഗ്ലാവിന്റെ ഗേറ്റിന് പുറത്ത് ഒരു കറുത്ത കാർ വന്നു നിന്നു. അതിൽ നിന്നും സിറ്റി പോലീസ് കമ്മീഷണർ രാഘവനും വിജയും പതുക്കെ പുറത്തേക്കിറങ്ങി. അവർക്ക് പിന്നാലെ മറ്റൊരു കാറിൽ നിന്നും വിദേശയാത്രയുടെ അതേ വസ്ത്രം ധരിച്ച് തികഞ്ഞ ഗംഭീരത്തോടെ ശേഖരും പുറത്തേക്കിറങ്ങി. ശേഖരനെ ജീവനോടെ കണ്ടതും ഗേറ്റിന് കാവൽ നിന്നിരുന്ന കോൺസ്റ്റബിൾമാർ സല്യൂട്ടടിച്ചു. ഹാളിലിരുന്ന് പോലീസിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയായിരുന്ന രശ്മി പെട്ടെന്ന് ഉമ്മറത്തെ വാതിലിലേക്ക് നോക്കി. അവിടെ കമ്മീഷണർ രാഘവനോടൊപ്പം നടന്നുവരുന്ന ആ രൂപം കണ്ടതും അവളുടെ കാതുകളിൽ വലിയൊരു ഇടിമിന്നൽ അടിക്കുന്നതുപോലെയാണ് തോന്നിയത്. അവളുടെ കണ്ണുകൾ തള്ളിപ്പോയി. ശ്വാസം തൊണ്ടക്കുഴിയിൽ കുടുങ്ങിപ്പോയി. കസേരയിൽ നിന്നും എഴുന്നേൽക്കാൻ പോലും കഴിയാതെ വിധം അവളുടെ ശരീരം തളർന്നുപോയി. താൻ കൊക്കയിലേക്ക് തള്ളിയിട്ട് കൊലപ്പെടുത്തിയെന്നുറച്ചു വിശ്വസിച്ച തന്റെ ഭർത്താവ് ശേഖർ ഇതാ യാതൊരു പോറലുമേൽക്കാതെ തന്റെ മുന്നിലേക്ക് നടന്നുവരുന്നു. ഹാളിൽ കൂടിയിരുന്ന നാട്ടുകാരും ജീവനക്കാരും അത്ഭുതത്തോടെ ശേഖർ സാർ എന്ന് വിളിച്ചുകൂവി. ശേഖർ ഹാളിലേക്ക് ചുവടുവെച്ചു. അയാൾ നേരെ ചെന്നത് രശ്മിയുടെ മുന്നിലേക്കായിരുന്നു. അവളുടെ മുഖത്തെ ആ കടുത്ത ഭയവും പരിഭ്രാന്തിയും അയാൾ ആസ്വദിക്കുകയായിരുന്നു. അയാൾ തന്റെ കോട്ടിന്റെ പോക്കറ്റിൽ നിന്നും ഒരു പെൻഡ്രൈവ് എടുത്ത് ഇൻസ്പെക്ടർ ഹരിയുടെ കയ്യിൽ കൊടുത്തു. ഹരി, ഇതാണ് ഞാൻ പറഞ്ഞ ആ തെളിവ്. കഴിഞ്ഞ രാത്രി ഈ വീട്ടിൽ വെച്ച് എന്നെ കൊല്ലാൻ രശ്മിയും സിദ്ധാർത്ഥും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയുടെ പൂർണ്ണമായ ഓഡിയോയും വീഡിയോയും ഇതിലുണ്ട്. ബ്രേക്ക് വയറുകൾ മുറിക്കാൻ അവർ കൊണ്ടുവന്ന മെക്കാനിക്കിനെ വിജയും സംഘവും സിറ്റിയിൽ നിന്നും ഇപ്പോൾ തന്നെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ശേഖരന്റെ ശബ്ദം സിംഹഗർജനം പോലെ ആ ഹാളിൽ മുഴങ്ങിപ്പൊങ്ങി. രശ്മി വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു. ശേഖർ, നിങ്ങൾ മരിച്ചില്ലേ? അപ്പോൾ ആ വണ്ടിയിൽ ഇരുന്നത് ഞാനായിരുന്നില്ല രശ്മി. എന്റെ ബിസിനസ് ബുദ്ധി വികസിപ്പിച്ചെടുത്ത ഒരു റിമോട്ട് കൺട്രോൾ ഡമ്മി മാത്രമായിരുന്നു. ഞാൻ മരിച്ചെന്ന് കരുതി നീയും സിദ്ധാർത്ഥും സ്വത്തുക്കൾ കൈക്കലാക്കാൻ നോക്കിയല്ലേ? ശേഖർ കടുത്ത വെറുപ്പോടെ അവളെ നോക്കി. ഈ സമയം ബംഗ്ലാവിന്റെ പിൻഭാഗത്തു നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച സിദ്ധാർത്ഥിനെ വഴിയിൽ കാത്തുനിന്ന ഷാഡോ പോലീസ് സംഘം വിലങ്ങുവെച്ച് ഹാളിലേക്ക് തള്ളിക്കൊണ്ടുവന്നു. സിദ്ധാർത്ഥിന്റെ മുഖമാകെ വിളറിയിരുന്നു. ചതിയന്മാരായ രണ്ടുപേരും പോലീസിന്റെ വലയിൽ കൃത്യമായി കുടുങ്ങിക്കഴിഞ്ഞിരുന്നു. വരാനിരിക്കുന്ന വലിയൊരു നിയമപോരാട്ടത്തിന്റെ തുടക്കമായിരുന്നു ആ പ്രഭാതം. നിയമത്തിന്റെ ഇരുമ്പഴിച്ചിനുള്ളിലേക്ക് രശ്മിയും സിദ്ധാർത്ഥും നീങ്ങുമ്പോൾ ശേഖർ തന്റെ മകൾ അനഘയെ നെഞ്ചോട് ചേർത്തു പിടിക്കാൻ മുകളിലെ മുറിയിലേക്ക് പടികൾ കയറിപ്പോയി. ഹാളിൽ തിങ്ങി നിറഞ്ഞു നിന്ന ജനക്കൂടം കടുത്ത അമ്പരപ്പോടെയും ഭയത്തോടെയും ആ കാഴ്ച നോക്കി നിന്നു. ഒരു വശത്ത് പോലീസിന്റെ ശക്തമായ കാവലിൽ തല കുനിച്ചു നിൽക്കുന്ന സിദ്ധാർത്ഥ്, മറുവശത്ത് ഭർത്താവിന്റെ അപ്രതീക്ഷിതമായ പുനർജന്മം കണ്ട് തറയിൽ തളർന്നിരിക്കുന്ന രശ്മി. അവളുടെ വശ്യമായ മുഖത്തെ ആ പഴയ അഹങ്കാരവും ചതിയുടെ തിളക്കവും പൂർണ്ണമായും അസ്തമിച്ചിരുന്നു. ഇൻസ്പെക്ടർ ഹരി കയ്യിലുണ്ടായിരുന്ന പെൻഡ്രൈവ് ഹാളിലെ വലിയ സ്മാർട്ട് ടെലിവിഷനുമായി ഘടിപ്പിച്ചു. കമ്മീഷണർ രാഘവന്റെ നിർദ്ദേശപ്രകാരം ആ വലിയ സ്ക്രീനിൽ കഴിഞ്ഞ രാത്രിയിലെ ദൃശ്യങ്ങൾ വീണ്ടും തെളിഞ്ഞുവന്നു.
തങ്ങൾ അതീവ രഹസ്യമായി പ്ലാൻ ചെയ്തുവെന്ന് ഉറച്ചു വിശ്വസിച്ച ഓരോ വാചകങ്ങളും ഹാളിൽ കൂടിയിരുന്ന നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും മുന്നിൽ ഉച്ചത്തിൽ മുഴങ്ങാൻ തുടങ്ങിയപ്പോൾ രശ്മിക്ക് ഭൂമി പിളർന്ന് താഴേക്ക് പോയാൽ മതിയെന്ന് തോന്നിപ്പോയി. സ്വന്തം മകളെ ബോർഡിംഗ് സ്കൂളിലേക്ക് നാടുകടത്തി സ്വത്തുക്കൾ മുഴുവൻ കൈക്കലാക്കുമെന്ന അവളുടെ വാക്കുകൾ കേട്ടപ്പോൾ ബന്ധുക്കൾ പോലും അവൾക്ക് നേരെ വെറുപ്പോടെ തുപ്പി. ശേഖർ ഒരു നിർവികാരതയോടെ തന്റെ ഭാര്യയുടെ തകർച്ച നോക്കി നിന്നു. സ്നേഹിച്ച ഹൃദയം തകരുമ്പോൾ ഉണ്ടാവുന്ന വേദനയേക്കാൾ ഒരു ചതിയന്റെ അന്ത്യം കാണുന്ന കച്ചവടക്കാരന്റെ കൃത്യതയായിരുന്നു അയാളുടെ മുഖത്ത്. ഇനിയും നിങ്ങൾക്കെന്തെങ്കിലും പറയാനുണ്ടോ രശ്മി മാഡം? കമ്മീഷണർ രാഘവന്റെ ശബ്ദം ആ ഹാളിലെ നിശബ്ദതയെ ഭേദിച്ചു. ഒരു മനുഷ്യൻ തന്റെ ആയുസ് മുഴുവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പത്തും കുടുംബവും തട്ടിയെടുക്കാൻ വേണ്ടി അയാളെ ക്രൂരമായി കൊലപ്പെടുത്താൻ പ്ലാൻ ചെയ്ത നിങ്ങളെപ്പോലുള്ള ക്രിമിനലുകൾക്ക് ഈ നിയമവ്യവസ്ഥയിൽ യാതൊരു ഇളവും ലഭിക്കില്ല. നിങ്ങളുടെ കൂടെ ഈ ചതിക്ക് കൂട്ടുനിന്ന മെക്കാനിക്കിനെ സിറ്റിയിൽ നിന്നും പോലീസ് ഇപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞു. അയാൾ എല്ലാം പോലീസിനോട് തുറന്നു സമ്മതിച്ചിട്ടുണ്ട്. ഈ ഡിജിറ്റൽ തെളിവുകൾ മാത്രം മതി നിങ്ങൾ രണ്ടുപേർക്കും ജീവിതകാലം മുഴുവൻ ജയിലിനുള്ളിൽ കഴിയാൻ. കോടതിയിൽ നിങ്ങളുടെ ഈ വലിയ സ്വാധീനങ്ങളൊന്നും നടപ്പില്ല. സിദ്ധാർത്ഥ് പെട്ടെന്ന് ശേഖവന്റെ കാൽക്കൽ വീഴാനാഞ്ഞു. ശേഖർ, എന്നോട് ക്ഷമിക്കണം. എല്ലാം ഈ രശ്മിയുടെ ബുദ്ധിയായിരുന്നു. അവളാണ് നിന്റെ സ്വത്തുക്കളുടെ വിവരം പറഞ്ഞ് എന്നെ ഇതിലേക്ക് വലിച്ചിഴിച്ചത്. എനിക്ക് നിന്റെ ബിസിനസ് തകർക്കണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കൊല്ലാൻ എനിക്ക് പ്ലാൻ ഇല്ലായിരുന്നു. എന്നെ പോലീസിന് വിട്ടുകൊടുക്കരുത് ശേഖർ. നമ്മൾ പഴയ സുഹൃത്തുക്കളല്ലേ? ആ ഒരു പരിഗണനയെങ്കിലും എനിക്ക് തരണം. സ്വന്തം ജീവൻ അപകടത്തിലായപ്പോൾ കൂട്ടാളിയെ പാടെ തള്ളിപ്പറയുന്ന സിദ്ധാർത്ഥിന്റെ തനിനിറം കണ്ട് രശ്മി വശ്യമായി ദേഷ്യത്തോടെ അയാളെ നോക്കി. ചതിയുടെ പങ്കുകാർക്കിടയിൽ ലാഭം തീരുന്നതോടെ സ്നേഹവും അവസാനിക്കുമെന്ന ആ രംഗം തെളിയിച്ചു. ശേഖർ കടുത്ത വെറുപ്പോടെ തന്റെ കാൽ പതുക്കെ പിന്നോട്ടു മാറ്റി. സിദ്ധാർത്ഥ്, നീ പണ്ടും ഇങ്ങനെയായിരുന്നു. എന്റെ തണലിൽ വളർന്നിട്ട് എന്റെ നെഞ്ചിൽ തന്നെ കത്തിക്കയറ്റാൻ നോക്കിയ വഞ്ചകൻ. നിന്റെ ഈ വിലാപം കേട്ടലിയാൻ എന്റെ ഉള്ളിൽ ഇനി പഴയ സുഹൃത്തില്ല. നിയമം അതിന്റെ വഴിക്ക് നീങ്ങും. നീയൊക്കെ ചെയ്ത ക്രൂരതയ്ക്ക് വലിയ വില തന്നെ നൽകേണ്ടിവരും. ഇൻസ്പെക്ടർ ഹരി വനിതാ പോലീസുകാരോട് രശ്മിയുടെ കൈയിൽ വിലങ്ങുവെക്കാൻ ആംഗ്യം കാണിച്ചു. തിളങ്ങുന്ന ആ ഇരുമ്പു വിലങ്ങുകൾ രശ്മിയുടെ കൈകളിൽ വീണപ്പോൾ ബംഗ്ലാവിന്റെ പടികളിറങ്ങി 9 വയസ്സുകാരിയായ അനഘമോൾ താഴേക്ക് നടന്നുവന്നു. അവളുടെ കൈയിൽ അച്ഛൻ കൊണ്ടുവന്ന ആ വലിയ സമ്മാനപ്പൊതിയുണ്ടായിരുന്നു. ഹാളിലെ പോലീസുകാരെയും വിലങ്ങണിഞ്ഞു നിൽക്കുന്ന അമ്മയെയും കണ്ട് ആ കൊച്ചുമകൾ വല്ലാതെ ഭയന്നുപോയി. അവൾ ഓടിവന്ന് ശേഖരന്റെ കാലുകളിൽ കെട്ടിപ്പിടിച്ചു. അച്ഛാ, എന്താ ഇവിടെ നടക്കുന്നത്? അമ്മ എന്തിനാ കരയുന്നത്? ആ അങ്കിൾ ആരാണ്? ഇവരൊക്കെ എന്തിനാ നമ്മുടെ വീട്ടിൽ വന്നത്? അവളുടെ ആ നിഷ്കളങ്കമായ ചോദ്യങ്ങൾ കേട്ടപ്പോൾ ശേഖരന്റെ കണ്ണുകൾ ആദ്യമായി ഈ രാത്രിക്ക് ശേഷം ഈറനണിഞ്ഞു. കഠിനമായ പ്രതികാര ചിന്തകൾക്കിടയിലും തന്റെ ഉള്ളിലെ അച്ഛൻ ഉണരുകയായിരുന്നു. അയാൾ വേഗത്തിൽ താഴേക്കിരുന്ന് മകളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഒന്നുമില്ല മോളെ, അച്ഛന്റെ ഓഫീസിലെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കാൻ വന്നതാണിവർ. മോള് പേടിക്കണ്ട, അച്ഛൻ മോളുടെ കൂടെ തന്നെയുണ്ട്. മോൾ മുകളിലെ മുറിയിലേക്ക് പോയി ആ സമ്മാനപ്പൊതി തുറന്നു നോക്കൂ. കുസുമം പതുക്കെ വന്ന് അനഘയുടെ കൈകളിൽ പിടിച്ച് മുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കുട്ടി ആ കാഴ്ചകളിൽ നിന്നും മാറിയെന്നുറപ്പായതും പോലീസുകാർ കൂടുതൽ കർശനമായി ഇടപെട്ടു. പോലീസുകാർ രശ്മിയെയും സിദ്ധാർത്ഥിനെയും ബലമായി പിടിച്ച് മുറ്റത്ത് കിടന്ന പോലീസ് ജീപ്പിലേക്ക് നടത്തിച്ചു. മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ രശ്മി ഒരു വട്ടം കൂടി തിരിഞ്ഞു നോക്കി. താൻ രാജ്ഞിയെപ്പോലെ വാണ ആ വലിയ ആഡംബര ബംഗ്ലാവ് ഇനി തനിക്ക് അന്യമാണെന്ന സത്യം അവൾ തിരിച്ചറിഞ്ഞു. ബംഗ്ലാവിന്റെ മുറ്റത്തുനിന്നും ആ ചതിയന്മാരെയും കൊണ്ട് പോലീസ് വാഹനങ്ങൾ സൈറൺ മുഴക്കി അകന്നുപോകുമ്പോൾ നാട്ടുകാർ ശേഖരന്റെ മനസാന്നിധ്യത്തെയും ബുദ്ധിയെയും അഭിനന്ദിച്ചുകൊണ്ട് പതുക്കെ അവിടെ നിന്നും പിരിഞ്ഞുപോയി. ഹാളിൽ ഇപ്പോൾ ശേഖരും പിന്നെ വിശ്വസ്തരായ വിജയും കുസുമവും മാത്രമാണ് അവശേഷിച്ചത്. കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി ശ്വാസമടക്കി പിടിച്ച് സാറിനായി പ്രാർത്ഥിച്ച കുസുമത്തിന്റെ മുഖത്ത് ഇപ്പോൾ വലിയൊരാശ്വാസമുണ്ടായിരുന്നു. അവൾ പതുക്കെ ശേഖരന്റെ അരികിലേക്ക് വന്നു. അവൾക്കിപ്പോഴും വിറയൽ മാറിയിട്ടുണ്ടായിരുന്നില്ല. സാർ, എല്ലാം നല്ല രീതിയിൽ അവസാനിച്ചു. ദൈവമായിട്ട് സാറിനെ കാത്തു. ഇല്ലെങ്കിൽ ഇന്നീ വീട് വലിയൊരു കണ്ണീർ കടലായി മാറിയേനെ. ആ മാഡം ഇത്രയും വലിയൊരു ചതി ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല സാർ. ഇല്ല, നീ ഇല്ലായിരുന്നെങ്കിൽ ഇന്നലെ രാത്രി ഞാൻ ആ പടിവാതിൽ കടന്നകത്തേക്ക് കയറിയേനെ. അങ്ങനെയെങ്കിൽ അവരുടെ പ്ലാൻ വിജയിച്ചേനെ. അവരൊരുക്കിയ കെണിയിൽ ഞാൻ വീണുപോയേനെ. നീ തക്ക സമയത്ത് എന്നെ തടഞ്ഞതുകൊണ്ട് മാത്രമാണ് എന്റെ ജീവൻ രക്ഷപ്പെട്ടത്. എനിക്ക് ചിന്തിക്കാനും ഈ ചതിക്കെണി പൊളിച്ചെഴുതാനും സമയം കിട്ടിയത് നിന്റെ ജാഗ്രത കൊണ്ടാണ്. എന്റെ ജീവിതത്തിൽ നിനക്കുള്ള സ്ഥാനം ഇനിയൊരു ജോലിക്കാരിയുടേതല്ല, എന്റെ സ്വന്തം കുടുംബാംഗത്തിന്റെ സ്ഥാനമാണ്. ശേഖരന്റെ വാക്കുകളിൽ കടുത്ത കൃതജ്ഞതയുണ്ടായിരുന്നു. അയാൾ വിജയുടെ നേരെ തിരിഞ്ഞു. വിജയ് അപ്പോഴും തികഞ്ഞ അച്ചടക്കത്തോടെ ബോസിന് കാവലായി നിൽക്കുകയായിരുന്നു. വിജയ്, നീ എന്റെ സെക്യൂരിറ്റി ഓഫീസർ മാത്രമല്ല, എന്റെ സ്വന്തം സഹോദരനാണ്.
സ്വന്തം ജീവൻ പോലും പണയം വെച്ചാണ് നീ എനിക്ക് വേണ്ടി ഈ റിമോട്ട് കൺട്രോൾ സംവിധാനവും ടാക്സി ഡ്രൈവറെയും എല്ലാം ഒരുക്കിയത്. പോലീസിനെ കൃത്യസമയത്ത് കാര്യങ്ങൾ ധരിപ്പിക്കാൻ നീ കാണിച്ച ആ ഒരു വേഗതയില്ലായിരുന്നെങ്കിൽ കഥ മാറിയേനെ. നിങ്ങളോടുള്ള കടപ്പാട് എങ്ങനെ തീർക്കണമെന്നെനിക്കറിയില്ല. വിജയ് വിനയത്തോടെ തലകുനിച്ചു. സർ, നിങ്ങൾ എനിക്ക് നൽകിയ വലിയ പരിഗണനകൾക്കും സ്നേഹത്തിനും മുന്നിൽ ഇതൊന്നുമൊന്നുമല്ല. ചതി ഒരിടത്തും ജയിക്കാൻ പാടില്ല എന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. നിങ്ങളെപ്പോലൊരു നല്ല മനുഷ്യനെ ഇല്ലാതാക്കാൻ ആ വഞ്ചകരെ ഞാൻ അനുവദിക്കില്ലായിരുന്നു. ഇനി മുതൽ സാറിന്റെയും മോളുടെയും സുരക്ഷ എന്റെ പൂർണ്ണ ചുമതലയാണ്. ഈ ബംഗ്ലാവിനു ചുറ്റും ഇനിയൊരു ഈച്ച പോലും സാറിന്റെ അനുവാദമില്ലാതെ കടക്കില്ല. ശേഖർ പതുക്കെ എഴുന്നേറ്റ് ആ വലിയ ബംഗ്ലാവിന്റെ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. കാടിനോട് ചേർന്ന് കിടക്കുന്ന ആ വലിയ തോട്ടത്തിൽ നിന്നും മൂടൽമഞ്ഞ് പൂർണ്ണമായും അകന്നുപോയിരുന്നു. പ്രകൃതി ഇപ്പോൾ തികച്ചും ശാന്തവും വെളിച്ചം നിറഞ്ഞതുമായി കാണപ്പെട്ടു. സൂര്യപ്രകാശം തോട്ടത്തിലെ ഇലകളിൽ തട്ടി തിളങ്ങുന്നു. തന്റെ ജീവിതത്തിൽ പടർന്നുപിടിച്ച വഞ്ചനയുടെ കറുത്ത മൂടൽമഞ്ഞും ഇതോടെ പൂർണ്ണമായും നീങ്ങിയിരിക്കുന്നു എന്ന് അയാൾക്കുറപ്പായി. രാത്രിയിലെ കഠിനമായ ഇരുട്ടിനുശേഷം പ്രത്യാശയുടെ വലിയൊരു വെളിച്ചം വന്നെത്തിയിരിക്കുന്നു. പണവും ആഡംബരവും മാത്രം മോഹിച്ചു കൂടെ കൂടിയവർ അഴിക്കുള്ളിലായെങ്കിലും തനിക്കായി ജീവൻ കളയാൻ മടിക്കാത്ത വിശ്വസ്തരായ മനുഷ്യർ തന്റെ കൂടെയുണ്ട് എന്ന് തിരിച്ചറിവ് ശേഖരന് വലിയൊരു ആത്മവിശ്വാസം നൽകി. യഥാർത്ഥ സമ്പത്ത് പണമല്ല, വിശ്വസിക്കാൻ കൊള്ളുന്ന മനുഷ്യരാണ് എന്നയാൾ മനസ്സിലാക്കി. അയാൾ വിജയെയും കുസുമത്തെയും നോക്കി ഹൃദയം നിറഞ്ഞൊരു പുഞ്ചിരി നൽകി. മുകളിൽ നിന്നും അനഘമോൾ അച്ഛനെ താഴേക്ക് വിളിക്കുന്നത് കേട്ടു. ശേഖർ പതുക്കെ മുകളിലേക്ക് നടന്നു. വരാനിരിക്കുന്ന നാളുകളിൽ തന്റെ മകൾക്ക് അമ്മയുടെ കുറവില്ലാതെ വളർത്തണമെന്ന വലിയൊരു ഉത്തരവാദിത്തം ഇനി അയാൾക്കുണ്ട്. ഒരു വലിയ കൊടുങ്കാറ്റിനു ശേഷം പ്രകൃതിയിൽ പെയ്യുന്ന ശാന്തമായ മഴ പോലെ അവരുടെ ജീവിതത്തിലേക്ക് പുതിയൊരു പ്രഭാതവും സമാധാനവും കടന്നുവരികയായിരുന്നു. വഞ്ചനയുടെ അധ്യായങ്ങൾ അവസാനിച്ച ആ മണ്ണിൽ ഇനി സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും പുതിയൊരു സാമ്രാജ്യം ശേഖർ കെട്ടിപ്പടുക്കും. ചതിയുടെ ഇരുട്ടിനെ തോൽപ്പിച്ച് സത്യത്തിന്റെ വെളിച്ചം ആ ബംഗ്ലാവിൽ എന്നേക്കുമായി പടർന്നു പന്തലിച്ചു.